ഇസ്രായേൽ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഫലമായി രൂപീകൃതമായ രാജ്യം. 1948 മെയ് 14 അർദ്ധരാത്രിയാണ് ഇസ്രായേൽ എന്ന പുതിയ രാജ്യം പിറക്കുന്നത്. ഇന്ന് ഇസ്രായേലിനെ കുറിച്ച് കേൾക്കാത്ത ഒരു ദിവസം പോലും നമുക്കില്ല. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ, ലബനൻ ആക്രമണം, മൊസാദ്, ഇങ്ങനെ ഇസ്രായേൽ ചർച്ചകളിൽ നിറയുകയാണ്. ഒപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും. ദൈവത്തിന്റെ സ്വന്തം മനുഷ്യരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജൂതരുടെ നാട്, ലോകത്തിലെ ഏറ്റവും ശക്തമായ സേനയും ഏറ്റവും മികച്ച ചാര സംഘടനയുമുള്ള രാജ്യം. ഇങ്ങനെ പല വിശേഷണങ്ങളുമുണ്ടെങ്കിലും ഈ രാജ്യം കൊടും ക്രൂരതകളുടെ പേരിൽ നിരവധി വിമർശനങ്ങളും നേരിടുന്നുണ്ട്. ഒപ്പം ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് നെതന്യാഹു ആണെന്ന വിമർശനങ്ങളും. ഇന്ന് ലോകരാജ്യങ്ങളുടെ തലവന്മാരുമായി താരതമ്യം ചെയ്താൽ ഈ കുഞ്ഞൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരുത്തിലും പ്രശസ്തിയിലും മുന്നിലാണ്. ആരാണ് നെതന്യാഹു? ഇസ്രായേൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നെതന്യാഹു എത്തുന്നത് എങ്ങനെയാണ്? നമുക്ക് പരിശോധിക്കാം. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രായേലിൽ ജനിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ആളാണ് നെതന്യാഹു. ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പ്രധാനമന്ത്രിയും നെതന്യാഹു തന്നെ. ആരാധകർ കിങ് ബീബി, മിസ്റ്റർ സെക്യൂരിറ്റി എന്നും വിമർശകർ ക്രൈം മിനിസ്റ്റർ എന്നുമാണ് നെതന്യാഹുവിനെ വിളിക്കുന്നത്. 1949 ഒക്ടോബർ 21 ടെല്ലവീവിൽ ബെൻസിയോൺ നെതന്യാഹുവിൻ്റെയും ടിസില സെഗലിൻ്റെയും 3 മക്കളിൽ രണ്ടാമനായായിരുന്നു ബെഞ്ചമിൻ ജനിച്ചത്. അദ്ദേഹം കുട്ടിക്കാലത്ത് വളർന്നതും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതും ജെറുസലേമിലാണ്. പിന്നീട് 1967 വരെ കുടുംബത്തിനൊപ്പം US ജീവിച്ചു. 1967 ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടിയ ശേഷം നെതന്യാഹു ഇസ്രായേൽ പ്രതിരോധ സേനയിൽ ചേരാൻ ഇസ്രായേലിലേക്ക് മടങ്ങി. ഒരു യുദ്ധ സൈനികനായി പരിശീലനം നേടിയ അദ്ദേഹം IDFന്റെ പ്രത്യേക സേനാ വിഭാഗമായ സയറത്ത് മത്കലിൽ 5 വർഷം സേവനമനുഷ്ഠിച്ചു. ഒടുവിൽ സയറത്ത് മത്കൽ പ്രത്യേക സേനാ യൂണിറ്റിലെ ഒരു ടീം ലീഡർ പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നു. തൻ്റെ സൈനിക ജീവിതത്തിലുടനീളം 1968 ഓപ്പറേഷൻ ഇൻഫെർനോ, ഓപ്പറേഷൻ ഗിഫ്റ്റ്, 1968 മാർച്ചിലെ കരാമെ യുദ്ധം, 1972 ഓപ്പറേഷൻ ഐസോടോപ്പ് തുടങ്ങിയ പല സുപ്രധാന ദൗത്യങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. ഈ സമയത്ത് തോളിൽ വെടിയേറ്റ് മുറിവേൽക്കുകയും രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. 1973 യുദ്ധസമയത്തും യോം കിപ്പൂർ യുദ്ധസമയത്തും അദ്ദേഹം മുൻനിരയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. സൂയസ് കനാലിലൂടെയുള്ള പ്രത്യേക സേനയുടെ റെയ്ഡുകൾക്ക് നേതൃത്വം നൽകിയതും സിറിയൻ പ്രദേശത്തേക്കുള്ള ആഴത്തിലുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകുന്നതും അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽ ഉൾപ്പെടുന്നു. ക്യാപ്റ്റൻ പദവിയോടെ അദ്ദേഹം തൻ്റെ സൈനിക ജീവിതം അവസാനിപ്പിച്ചു. പിന്നീട് മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബാച്ചിലർ ഓഫ് സയൻസ്, മാസ്റ്റർ ഓഫ് സയൻസ് എന്നീ ബിരുദങ്ങൾ നേടി. 1980 മുതൽ 82 വരെ അദ്ദേഹം ജെറുസലേമിലെ റിം ഇൻഡസ്ട്രീസിൻ്റെ മാർക്കറ്റിംഗ് ഡയറക്ടറായിരുന്നു. ഇക്കാലയളവിലാണ് നെതന്യാഹു ഇസ്രായേൽ മന്ത്രി മോഷെ അരൻസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരുമായി ബന്ധം സ്ഥാപിക്കുന്നത്. 1982 മുതൽ 84 വരെ അമേരിക്കയിലെ ഇസ്രായേലി എംബസിയിൽ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനായി പ്രവർത്തിച്ചു. 1984 മുതൽ 88 വരെ UN-ൽ ഇസ്രായേലിൻ്റെ സ്ഥിരാംഗമായി. 1988 ഇസ്രായേൽ തിരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ പ്രവേശം. ലിക്വിഡ് പാർട്ടിയിൽ ചേർന്നു. 1991 തുടക്കത്തിൽ ഗൾഫ് യുദ്ധകാലത്ത് ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ള നെതന്യാഹു CNN-ലെയും മറ്റ് വാർത്താ ഔട്ട്ലെറ്റുകളിലെയും മാധ്യമ അഭിമുഖങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രധാന വക്താവായി ഉയർന്നു വന്നു. പിന്നീട് 1992 ഇസ്രായേലി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലിക്വിഡ് പാർട്ടിയുടെ പരാജയത്തെ തുടർന്ന് 1993 ലിക്വിഡ് പാർട്ടി ഒരു പാർട്ടി നേതൃത്വ തിരഞ്ഞെടുപ്പ് നടത്തി. അന്തരിച്ച പ്രധാനമന്ത്രി മേനാൻചെം ബെഗിൻ്റെ മകൻ ബെന്നി ബെഗിനെയും മുതിർന്ന രാഷ്ട്രീയക്കാരനായ ഡേവിഡ് ലെവിയെയും പരാജയപ്പെടുത്തി നെതന്യാഹു വിജയിച്ചു. അങ്ങനെ പ്രതിപക്ഷ നേതാവുമായി. പ്രധാനമന്ത്രി യിൽസാക് റബിൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ 1996 മെയ് 29 നടന്ന ഇസ്രായേലി ലെജിസ്ലേറ്റീവ് തെരഞ്ഞെടുപ്പിൽ ലിക്വിഡിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു നെതന്യാഹു. ഇസ്രായേലികൾ തങ്ങളുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് തിരഞ്ഞെടുത്ത ആദ്യ ഇസ്രായേലി തിരഞ്ഞെടുപ്പായിരുന്നു ഇത്.
ആ തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തി. തൻ്റെ 46-ാം വയസ്സിലാണ് നെതന്യാഹു ആദ്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയാകുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു നെതന്യാഹു. 1999-ലെ തിരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടതിന് പിന്നാലെ നെതന്യാഹു രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലിക വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ലിക്വിഡ് പാർട്ടി ചെയർമാനായ ഏരിയൽ ഷാരോൺ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തി. ആ മന്ത്രിസഭയിൽ അദ്ദേഹം ധനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി പ്രവർത്തിച്ചു. ധനമന്ത്രിയായിരിക്കെ സ്വീകരിച്ച നടപടികൾ അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയാണ് നേടിക്കൊടുത്തത്. എന്നാൽ ഷാരോണുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് 2005-ൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. വൈകാതെ വീണ്ടും നെതന്യാഹു പാർട്ടിയുടെ അമരത്തേക്കെത്തി. 2009-ൽ ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും അധികാരത്തിലെത്തി. 12 വർഷം പ്രധാനമന്ത്രിയായി തുടർന്നു. ഇസ്രായേൽ സ്ഥാപക പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗൂറിയനെയും മറികടന്ന് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നേതാവ് എന്ന ചരിത്രവും കുറിച്ചു. 2013-ലും 2015-ലും 2020-ലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ നെതന്യാഹു തന്നെ പ്രധാനമന്ത്രിയായി. 2021-ലാണ് ആ ഭരണം അവസാനിച്ചത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സംഭവബഹുലമായ കാലഘട്ടമായിരുന്നു അത്. പലസ്തീനുമായുള്ള സംഘർഷം അക്കാലത്ത് വർദ്ധിച്ചു. 2017-ൽ പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേലികൾ ജനവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇതിന് സർക്കാരിൻ്റെ പിന്തുണ കൂടിയുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി ജെറുസലേമിനെ അംഗീകരിച്ചത് നെതന്യാഹുവിന് വലിയ രാഷ്ട്രീയ നേട്ടമായി മാറി. ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങളുമായി നെതന്യാഹു നയതന്ത്ര കരാറുണ്ടാക്കി. ഇതിനിടയിൽ അഴിമതി ആരോപണങ്ങൾ നെതന്യാഹുവിനെ വേട്ടയാടി. 2016-ൽ നെതന്യാഹുവിനെതിരെ അന്വേഷണം ആരംഭിച്ചു. 2019-ൽ കൈക്കൂലി, തട്ടിപ്പ്, വിശ്വാസവഞ്ചന എന്നിങ്ങനെ 3 കേസുകളിൽ പ്രതിയായി. 2020-ൽ വിചാരണ നേരിടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായി നെതന്യാഹു. ഇതിനു പിന്നാലെ 2021-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. എന്നാൽ യയീർ ലപീദും നഫ്താലി ബെന്നറ്റും ചേർന്ന അസാധാരണ കൂട്ടുകെട്ടിലൂടെ ഭരണം പിടിച്ചു. ലപീദും ബെന്നറ്റും പ്രധാനമന്ത്രി സ്ഥാനം പങ്കിടാമെന്ന വ്യവസ്ഥയിൽ സർക്കാർ ഉണ്ടാക്കുകയായിരുന്നു. ഇത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായി. വീണ്ടും 2022-ൽ തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തിരഞ്ഞെടുപ്പിൽ യയീർ ലപീദിൻ്റെ പാർട്ടിയെ മറികടന്ന് നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 2022 ഡിസംബർ 29-ന് നെതന്യാഹു വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിനുശേഷമാണ് പലസ്തീൻ വിഷയം കൂടുതൽ സങ്കീർണമായത്. 2023 ഫെബ്രുവരിയിൽ നെതന്യാഹുവിൻ്റെ കീഴിലുള്ള പുതിയ സർക്കാർ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ 9 കുടിയേറ്റ ഔട്ട്പോസ്റ്റുകൾ നിയമവിധേയമാക്കുന്നതിന് അംഗീകാരം നൽകി. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചു. പിന്നീട് ലോകം കണ്ടത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ്. നിരപരാധികളായ ലക്ഷങ്ങളാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ മരിച്ചു വീണത്. ലോകമൊട്ടാകെ ഇസ്രായേലിൻ്റെ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി. അമേരിക്ക പോലും ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ കൈയൊഴിഞ്ഞു. സ്വന്തം രാജ്യത്തു നിന്ന് പോലും ഈ യുദ്ധത്തിനെതിരെയും നെതന്യാഹുവിനെതിരെയും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. നെതന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെട്ടു പോലും പ്രതിഷേധങ്ങളുണ്ടായി. ഇത്രയൊക്കെയായിട്ടും യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. നെതന്യാഹുവിൻ്റെ ഭരണവും. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.